എംപ്ലിൻ്റ് മീഡിയയിലേക്ക് സ്വാഗതം. ശബരിമല മല അരയന്മാർക്ക് തിരികെ നൽകണമെന്നും തന്ത്രിയെ അവിടുന്ന് പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ട് 200-ലധികം പ്രമുഖ വ്യക്തികൾ കേരള മുഖ്യമന്ത്രിക്കും കേരള ഗവർണർക്കും കേന്ദ്രത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും കത്തയച്ചിരിക്കുകയാണ്. സംയുക്ത കത്ത്. അതിൽ ഒപ്പിട്ടിരിക്കുന്ന പ്രമുഖരിൽ സ്വാമി അഗ്നിവേശ്, മേധ പട്കർ, കാഞ്ച ഇലയ്യ, ടീസ്റ്റ സെതൽവാദ്, അരുണ റോയി, ആനന്ദ് പട്വർദ്ധൻ തുടങ്ങി ഒട്ടേറെ പേരുണ്ട്. എല്ലാ പേരുകളും ഇവിടെ വായിക്കാൻ നിവർത്തിയില്ല. ഇന്ത്യയുടെ ഒരു പരിച്ഛേദമാണ്. ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ എന്ന് പറയാവുന്ന, പുരോഗമനവാദികൾ എന്ന് പറയാവുന്ന ഒരു വലിയ ഗ്രൂപ്പിൻ്റെ പരിച്ഛേദമാണ് ഈ 200-ലധികം പേർ എന്ന് നമുക്ക് പറയാൻ പറ്റും. അവരുടെ പ്രധാന ആവശ്യമാണ് ഇക്കാര്യത്തിൽ ഗവൺമെൻറ് ഇടപെടണം, കോടതി ഇടപെടണം, ശബരിമലയുടെ യഥാർത്ഥ അവകാശികളായ മല അരയന്മാർക്ക് ശബരിമല തിരികെ നൽകണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ വിധിക്ക് പിന്നാലെ അഡ്വക്കേറ്റ് ബിന്ദുവും കനകദുർഗയും ദർശനം നടത്തി ചരിത്രമാണ് സൃഷ്ടിച്ചത്. എന്നാൽ ശുദ്ധിക്രിയ എന്ന ഐത്താചരണത്തിലൂടെ അതേ ദിവസത്തെ ഇന്ത്യയുടെ ചരിത്രത്തിലെ കറുത്ത ദിനമാക്കിയാണ് തന്ത്രി മാറ്റിയത്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന വിഷയം. എന്തുകൊണ്ട് തന്ത്രി അവിടുന്ന് ഇറങ്ങിപ്പോകണം? കാരണം യുവതീ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള വിധിയിൽ 10-നും 50-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിൽ വിലക്കേർപ്പെടുത്തുന്നത് തൊട്ടുകൂടായ്മയുടെ വകഭേദമാണെന്നാണ് ഈ 5-അംഗ ഭരണഘടനാ ബെഞ്ചിലെ അംഗമായ ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അന്ന് വിധിയിൽ പറഞ്ഞിരിക്കുന്നത്. ആ ഐത്തമാണ് 2 യുവതികൾ കയറിയപ്പോൾ തന്ത്രി ശബരിമലയിൽ കാണിച്ചത്. ഐത്താചരണമാണ് തന്ത്രി ചെയ്തത് എന്ന് ഈ കത്തിൽ ഇവർ ഒന്നടങ്കം ചൂണ്ടിക്കാട്ടുകയാണ്. അതായത് സുപ്രീം കോടതി വിധിയുടെ, ഭരണഘടനാ ബെഞ്ചിൻ്റെ സെപ്റ്റംബർ 28 വിധിയുടെ അന്തസ്സത്തയ്ക്ക് നിരക്കാത്തതാണ് തന്ത്രി ശബരിമലയിൽ ചെയ്തിരിക്കുന്നത്. ആ തന്ത്രി ഇറങ്ങിപ്പോണം. ശബരിമല നൂറ്റാണ്ടുകളായി മല അരയന്മാരുടെ കയ്യിലായിരുന്നു. അവിടെ പൂജകൾ നടത്തിയത് അവരായിരുന്നു. അവരാണ് അവിടെ അയ്യപ്പൻ്റെ പാട്ടുകൾ ആലപിച്ചിരുന്നത്. അവർക്ക് ശബരിമല തിരിച്ചു കൊടുക്കണം എന്നാണ് ഈ പൊതുസമൂഹം ആവശ്യപ്പെടുന്നത്.